ഉപയോഗിക്കാവുന്നതാണ്. ഹലോ, ഒരു പാവയ്ക്ക ഫില്ലിംഗ് ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ പാവയ്ക്ക തന്നെയാണ്, ചെറിയ പാവയ്ക്കയാണ്. പിന്നെ ഇത് മാങ്ങയാണ് കേട്ടോ, മാങ്ങ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ശർക്കര ആവശ്യമാണ്. പിന്നെ മസാലപ്പൊടികളും ആവശ്യമാണ്. പാവയ്ക്കയുടെ പുറം തൊലി ഇങ്ങനെ ചെത്തിക്കളയണം. എല്ലാത്തിൻ്റെയും തൊലി ചെത്തിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് നടുക്കൊന്ന് കീറി കൊടുക്കാം. അരി നമുക്ക് എടുത്ത് കളയണം, ഇത് ആവശ്യമില്ല. ഇങ്ങനെയല്ല, നമുക്ക് അകത്തെ വിത്ത് കളഞ്ഞെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇതിനെ എണ്ണയിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇത് ഇവിടെ കിടന്ന് നല്ലപോലെ ഫ്രൈ ആവട്ടെ. പാവയ്ക്ക് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ചൂടാറട്ടെ. എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടെ മാങ്ങയും ചേർക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. നല്ലപോലെ വഴണ്ട് വരട്ടെ. നമ്മളൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്നേ അരിഞ്ഞ് വെച്ച പാവയ്ക്കയുടെ തൊലിയാണ്. അത് കുറച്ച് ഉപ്പ് ചേർത്ത് കഴുകി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ആവശ്യമായ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ശകലം ഗരം മസാലയുടെ പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാവുന്നതാണ്. നല്ലപോലെ വഴണ്ട് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ശർക്കര ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും മധുരവും ഒക്കെ ഉണ്ടാവും. റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്കയിലേക്ക് നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടോ അല്ലെങ്കിൽ തണുത്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് ചെയ്യാണ്. കുറച്ച് എടുത്ത് ഫില്ലിങ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഓരോന്നും എടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്ത് അടച്ചു വയ്ക്കാം. എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. പിന്നെ നമുക്ക് കുറച്ച് ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും അടുപ്പത്ത് വയ്ക്കാം. ചെയ്ത പാവയ്ക്ക ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം.
ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക നിറച്ചത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.